കൂട്ടുകാർക്കും 10th ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററായ ലെൻസസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് സെക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ് കേട്ടോ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലെൻസ് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്, അതായത് ഒരു കണ്ണാടി അല്ലെ, കണ്ണാടിയെ കുറിച്ച് നമ്മൾ കണ്ടായിരുന്നു. കണ്ണാടിയുടെ പവർ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി നമുക്ക് അടുത്ത് ലെൻസുകൾ ഉപയോഗിക്കുന്ന മറ്റു ചില ഇൻസ്ട്രുമെന്റ്സും കൂടെ നോക്കാം. അപ്പൊ അതിലൊരു ഇൻസ്ട്രുമെന്റ് ആണ് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മൈക്രോസ്കോപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. മൈക്രോസ്കോപ്പ് കണ്ടില്ലേ, ചിത്രത്തിൽ കാണാലോ. ഇതാണ് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മൈക്രോസ്കോപ്പ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ആ ചെറിയ സൂക്ഷ്മ വസ്തുക്കളെ അല്ലെ, സൂക്ഷ്മ വസ്തുക്കളെയൊക്കെ എങ്ങനെയാണ് വലുതായി കാണാൻ വേണ്ടിയാണ് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. ശരിയാണല്ലോ. അതായത് ചെറുതായിട്ടുള്ള വസ്തുക്കളെ നമുക്ക് വലിയ സൈസിൽ കാണാൻ വേണ്ടിയാണ് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. ഈ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് 12th വരുമ്പോൾ പ്രാക്ടിക്കൽ ഒക്കെ ചെയ്യാനുണ്ട്. ബയോളജിയിലൊക്കെ പ്രാക്ടിക്കൽ ഒക്കെ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് അന്നേരം മനസ്സിലാവും. അപ്പം ഇതാണ് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മൈക്രോസ്കോപ്പ് രണ്ട് തരത്തിലുണ്ട് കേട്ടോ. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്നുള്ളതുണ്ട്, അപ്പോൾ സിമ്പിൾ മൈക്രോസ്കോപ്പും ഉണ്ട് കേട്ടോ. അപ്പം നമുക്കിവിടെ പഠിക്കാനുള്ളത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനെ കുറിച്ചാണ്. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതാണ് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മൈക്രോസ്കോപ്പിന്റെ പ്രധാനമായിട്ടുള്ള രണ്ട് പാർട്ടുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്, ഒന്ന് ഈ ഐ പീസ് എന്ന് പറയും, രണ്ടാമത്തെ പാർട്ടാണ് ഒബ്ജക്റ്റീവ്. ക്ലിയർ ആണല്ലോ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് പാർട്ടുകളാണ് ഒബ്ജക്റ്റീവും അതുപോലെ തന്നെ ഐ പീസ് എന്നും പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പം ഈ ഒബ്ജക്റ്റീവിലാണ് നമ്മൾ എന്ത് വെക്കുന്നത്? അതായത് ഒബ്ജക്റ്റീവ് ഇവിടെയാണ് കേട്ടോ. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞൊരു ലെൻസ് ആണ് കേട്ടോ. ഈ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞ ലെൻസ് ആണ്. ഐ പീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ലെൻസ് ആണ് അവിടെ ഉള്ളത്. ഏത് തരത്തിലുള്ള ലെൻസ് ആണ് അത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ലെൻസ്? കോൺവെക്സ് ലെൻസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. കോൺവെക്സ് ലെൻസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോ ഈ ഒബ്ജക്റ്റീവിന്റെ ഇവിടെ ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്, ഐ പീസിന്റെ അവിടെ ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്. ഈ ഒബ്ജക്റ്റീവിന്റെ ഇവിടെയാണ് നമ്മൾ വസ്തുക്കളെ വെക്കുന്നത്. നമ്മൾക്ക് കാണാൻ വേണ്ടി, വലുതായി കാണാൻ വേണ്ടിയുള്ള വസ്തുക്കളെ വെക്കുന്നത് എവിടെയാണ്? ഈ ഒബ്ജക്റ്റീവിന്റെ അവിടെയാണ് നമ്മൾ വസ്തുക്കളെ വെക്കുന്നത്. ക്ലിയർ ആയല്ലോ. ഇതാ ഇവിടുത്തെ റേഡിയോഗ്രാം വരച്ചിരിക്കുന്നുണ്ടോ? അതാ ഇവിടെ ഒരു ഒബ്ജക്റ്റീവിന്റെ ഇവിടെ എന്താണ്? ഇതാണ് ഒബ്ജക്റ്റീവ് ലെൻസ് കേട്ടോ. ഇതാണ് ഒബ്ജക്റ്റീവ് ലെൻസ്. ഒബ്ജക്റ്റീവ് ലെൻസിന്റെ അവിടെ ഒരു വസ്തുവിന് വെച്ച് ഒരു ഉറുമ്പിനെ അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ലൈറ്റ് റേസ് നമ്മൾ പഠിച്ചില്ല, ലൈറ്റ് റേസ് ലെൻസിലേക്ക് വന്ന് വീഴുന്നുണ്ട്. അതെങ്ങനെയാണ്? പാസ് ചെയ്തിട്ട് എവിടെയാണ് ഇമേജ് ഉണ്ടാകുന്നുണ്ട്. ഈ എവിടെയാണ് ഈ ഒബ്ജക്റ്റിനെ വെച്ചിരിക്കുന്നത്? ബിറ്റ്വീൻ 2F ആൻഡ് F, അതായത് ഒബ്ജക്റ്റീവ് ലെൻസിന്റെ എഫിന്റെയും 2Fന്റെയും ഇടയിലായിട്ടാണ് ഇവിടെ നമ്മൾ വസ്തുവിനെ വെച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്, എവിടെയാണ് ഇമേജ് ഉണ്ടാകുന്നത്? ബിയോണ്ട് 2F അല്ലേ, 2Fന് അപ്പുറത്തല്ലേ, 2Fന് അപ്പുറത്തായിട്ടാണ് ഇമേജ് ഉണ്ടായത്. അതായത് ഈ ഒബ്ജക്റ്റീവ് ലെൻസിൽ കൂടെ നോക്കുന്ന, ക്ലിയർ ആവുന്നുണ്ട് പറഞ്ഞത്? ഒബ്ജക്റ്റീവ് ലെൻസിന്റെ അവിടെ ഒരു നമ്മൾ എന്താണ് ഒരു വസ്തുവിനെ വെച്ചു. അപ്പൊ എന്താണ് നമ്മൾ ആ വസ്തുവിന്റെ ഇമേജ്, ആ ഇമേജ് എവിടെയായിട്ടാണ് ഉണ്ടാകുന്നത്? 2Fന് അപ്പുറത്തായിട്ടാണ് ഉണ്ടാകുന്നത്. ക്ലിയർ ആയല്ലോ. ഇവിടെ പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഈ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ കുറവായിരിക്കും. ലെസ് ഫോക്കൽ ലെങ്ത് ആയിരിക്കും ഒബ്ജക്റ്റീവിനുള്ളത്. മനസ്സിലായല്ലോ. ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത് വളരെ കുറവായിരിക്കും. ഇനി നമ്മളിവിടെ ഇമേജ് ഉണ്ടായി. ക്ലിയർ ആയല്ലോ. ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഇമേജ് ഉണ്ടാകുന്നുണ്ട്. ദെൻ ആ ഇമേജിനെ നമുക്ക് വലുതായിട്ട് കാണണം. തീർച്ചയായിട്ടും നമ്മൾ ഒരു തലമുടി നാര് പോലും, ഒരു ചെറിയ തലമുടി നാര് പോലും വെച്ച് കഴിഞ്ഞാൽ വലുതായിട്ട് നമുക്കൊരു വലിയൊരു കയറിന്റെ ഒക്കെ വലുപ്പത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓരോരോ ആ തലമുടി നാരിന്റെ ഇടയിലും ഓരോരോ ഇഴകളുണ്ട്. അത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. അതുപോലെ മാഗ്നിഫൈ ചെയ്ത് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇവിടെ ഒരു ഇമേജ് ഉണ്ടായി, അതായത് ഇത്രയും സൈസ് വലുതായിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടായി. ഇനി എന്താണ്? ആ ഇമേജിനെ നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ അതാണ് ഐ പീസ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിലും വഴിയാണ് നോക്കുന്നത്. നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ്? ഇതിലും വഴിയാണ് നമ്മൾ നോക്കുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മൾ നോക്കുമ്പോ അവിടെ കിട്ടിയ ഇമേജിന് ഒന്നുകൂടെ സൈസിൽ കാണും, ഒന്നുകൂടെ മാഗ്നിഫൈ ചെയ്ത് കാണണം. ക്ലിയർ ആണല്ലോ. അതാണ് വേണ്ടത്. അപ്പൊ ഇവിടെ ഉണ്ടായി, ഇമേജ് ഉണ്ടായി. ഈ ഇമേജ് ഇവിടെ എങ്ങനെയാണ് ഉണ്ടായത്? ഇൻവേർട്ടഡ് ഇമേജ് ആണ് ഇവിടെ ഉണ്ടായത് അല്ലെ. ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ്. ഇമേജിന്റെ പ്രത്യേകത നമ്മൾ പറയുകയാണെങ്കിൽ പറയാം, ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ് ഉണ്ടായത്. വലുതാണ്, എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജുമാണ് ഇവിടെ ഉണ്ടായത്. ക്ലിയർ ആയല്ലോ. അതുപോലെ തന്നെ എന്താണ്? അത് റിയൽ ഇമേജും ആണ് കേട്ടോ. ഇവിടെ ഉണ്ടാകുന്നത് റിയൽ ഇമേജും ആണ്. ഇനി നമ്മൾ ഇവിടെ നിന്നാണ് നോക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ എന്താണ്? ഈ ഐ പീസിനും ഇവിടെ ഒരു ലെൻസ് ഉണ്ട്, കോൺവെക്സ് ലെൻസ് ഉണ്ട്. ആ കോൺവെക്സ് ലെൻസിന് ഫോക്കൽ ലെങ്ത് കൂടുതലായിരിക്കും. ഐ പീസിന് ഉപയോഗിക്കുന്ന ലെൻസിന് ഫോക്കൽ ലെങ്ത് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ഒബ്ജക്റ്റീവിനേക്കാളും കൂടുതലായിരിക്കും ഇവിടെ ഉപയോഗിക്കുന്ന ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇവിടെ ഇമേജ് കിട്ടി. ഇനി ഈ ഇമേജിൽ നിന്ന് ലൈറ്റ് റേസ് ഈ ലെൻസിലേക്ക് വന്ന് വീഴും. കണ്ടില്ലേ? ലെൻസിലേക്ക് വന്ന് വീണിട്ട് എന്താണ് സംഭവിക്കുന്നത്? അത് നമ്മളിവിടെ കാണുവാണ് ചെയ്യുന്നത്. അപ്പം എന്ത് സംഭവിക്കും? അത് രണ്ടും നീട്ടി വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ജോയിൻ ചെയ്യുന്ന സ്ഥലത്തായിരിക്കും നമുക്ക് അവിടെ ഇമേജിനെ കാണാൻ സാധിക്കുന്നത്. ആ ഇമേജ് നോക്കിയേ,
മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് അല്ലേ ഇവിടെ കിട്ടിയിരിക്കുന്നത് അല്ലെ, മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ്. അതുപോലെ തന്നെ ഇതിങ്ങനെ പുറകോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കില്ല, അതുകൊണ്ട് തന്നെ ഇതാണ് വെർച്വൽ ഇമേജും ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. മനസ്സിലായോ? നമ്മൾ എങ്ങനെയാണ് ഒരു മൈക്രോസ്കോപ്പിയുടെ നോക്കുമ്പോൾ വളരെ ചെറുത് സൂക്ഷ്മം നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കില്ല, നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ ആ വസ്തുവിനെ അത്രയും കാണാൻ സാധിക്കില്ല. അങ്ങനെയുള്ള വസ്തുക്കളെ മാഗ്നിഫൈ ചെയ്ത് കാണാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നു പറഞ്ഞു. അപ്പൊ തീരെ ചെറിയൊരു ഉറുമ്പിന്റെ എല്ലാ ഭാഗങ്ങളും വലുതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഐ പീസിലൂടെ നോക്കിക്കഴിഞ്ഞാൽ. ക്ലിയർ ആയല്ലോ? ഇവിടെ ഓർക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഇതാണ് ഒബ്ജക്റ്റീവ് ലെൻസ്. ഒബ്ജക്റ്റീവ് ലെൻസിന് എങ്ങനെയാണ്, ഫോക്കൽ ലെങ്ത് കുറവാണ്. ഇതാണ് ഐ പീസ് ലെൻസ്. ഐ പീസ് ലെൻസിന് ഫോക്കൽ ലെങ്ത് കൂടുതലാണ്. ക്ലിയർ ആയല്ലോ? അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്, കോൺവെക്സ് ലെൻസ് ആണ്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ ഏത് വസ്തുവിനെയാണോ കാണേണ്ടത് ആ വസ്തുവിനെ നമ്മൾ എവിടെയാണ് വെക്കുന്നത്, ബിറ്റ്വീൻ ഇല്ലേ, ബിറ്റ്വീൻ FO എന്ന് പറഞ്ഞിരിക്കുന്നത് ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ബിറ്റ്വീൻ FO ആൻഡ് 2FO. ഒബ്ജക്റ്റീവ് ലെൻസിന്റെ F-നും 2F-നും ഇടയിലായിട്ടായിരിക്കണം നമ്മൾ എന്ത് വെക്കേണ്ടത്, വസ്തുവിനെ വെക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? ഇനി ആ ഒബ്ജക്റ്റീവ് ലെൻസ് ഇവിടെ ഇമേജ് ഉണ്ടാക്കുന്നുണ്ട് ഇല്ലേ, ആ ഇമേജ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇമേജിന്റെ പൊസിഷൻ എവിടെയാണ്, ബിയോണ്ട് കേട്ടോ, ബിയോണ്ട് എവിടെയാണ്, ബിയോണ്ട് 2FO അല്ലെ, 2FOന് അപ്പുറത്തായിരിക്കും ഇമേജ് ഉണ്ടാകുന്നത്. ഇനി ആ ഇമേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ആ പ്രത്യേകത, ഇൻവേർട്ടഡ് ആണ് അല്ലെ, ഇൻവേർട്ടഡ് ആണ്. പിന്നെന്താണ്, എന്ത് പറയാം, എൻലാർജ്ഡ് ആണ് അല്ലെ, ഇൻവേർട്ടഡ് ആണ്, എൻലാർജ്ഡ് ആണ്. അതുപോലെ തന്നെ എങ്ങനെയാണ്, റിയൽ ഇമേജും ആയിരിക്കും അവിടെ കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അതിനെ നമ്മൾ മറ്റൊരു ലെൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫോക്കൽ ലെങ്ത് കൂടി. ഒബ്ജക്റ്റീവിന് എങ്ങനെയാണ്, ഫോക്കൽ ലെങ്ത് കുറവാണ്. ഇനി അടുത്ത ലെൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഐ പീസ് ആണ് അല്ലെ. അടുത്ത ലെൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഐ പീസ് ആണ് കേട്ടോ, ഐ പീസ് ആണ്. ഐ പീസിന്റെ പ്രത്യേകത എന്താണ്, ഫോക്കൽ ലെങ്ത് കൂടുതലാണ്. ക്ലിയർ ആയല്ലോ? ഫോക്കൽ ലെങ്ത് കൂടുതലാണ്. അപ്പൊ അവിടെ എന്താണ്, അവിടെ ഉണ്ടാകുന്ന ഇമേജ് എങ്ങനെയായിരിക്കും, അവിടെ ഉണ്ടാകുന്ന ഇമേജിന്റെ പ്രത്യേകത എങ്ങനെയായിരിക്കും, വെർച്വൽ ഇമേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഉണ്ടല്ലേ, നേരെ വന്നിട്ട് വെർച്വൽ ഇമേജ് ആണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ മാഗ്നിഫൈഡ് ആയിരിക്കും അല്ലെ, മാഗ്നിഫൈഡ് ആയിട്ടുള്ള വെർച്വൽ ഇമേജ് ആണ് അവിടെ ഉണ്ടാകുന്നത്. ക്ലിയർ ആയല്ലോ? അത് പിന്നെ എങ്ങനെയാണ്, ഇറക്റ്റ് ആണ് കേട്ടില്ല, നേരെയല്ലേ കാണുന്നത്, അത് ഓർത്തോണം, ഇറക്റ്റ് ആണ് കേട്ടോ, ഇറക്റ്റ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. നമ്മൾ കാണുന്ന വസ്തു എങ്ങനെയായിരിക്കും, ഇറക്റ്റ് ആയിട്ടുള്ള മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു വെർച്വൽ ഇമേജ് ആയിരിക്കും നമ്മളിവിടെ കാണുന്നത്. ദാറ്റ് ഈസ് ദ മൈക്രോസ്കോപ്പ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയുള്ള മൈക്രോസ്കോപ്പിന്റെ കാര്യം, പ്രധാനമായിട്ട് ഓർക്കേണ്ട കാര്യം F-നും 2F-നും ഇടയ്ക്ക് വെച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഫോക്കൽ ലെന്ത്, ഒബ്ജക്റ്റിന്റെ ഫോക്കൽ ലെന്ത് കുറവായിരിക്കണം. എന്താണ്, ഇതിന്റെ ഐ പീസിന്റെ ഫോക്കൽ ലെന്ത് കൂടുതലായിരിക്കണം. തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഒബ്ജക്റ്റിന്റെ ഫോക്കൽ ലെന്ത് എന്താണ് കൂടുതലായിട്ട് വരുവാണെങ്കിൽ എന്ത് സംഭവിക്കും, ഇവിടെ ഉണ്ടാകുന്ന ഇമേജിന്റെ സൈസ് വളരെ കുറവായിരിക്കും. മാഗ്നിഫിക്കേഷൻ എന്ന് വെച്ചാൽ അവിടെ എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. അപ്പൊ അങ്ങനെ മാഗ്നിഫിക്കേഷൻ കുറവായിരുന്നു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഇമേജ് അവിടെ കിട്ടിയല്ല. അപ്പൊ അതിന് അനുസരിച്ചിട്ടുള്ള ഫോക്കൽ ലെന്ത് ഉള്ള ലെൻസ് ആയിരിക്കും നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇതേ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്നും കൂടെ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് പോവാം. എന്താ നോക്കിയേ, എന്താണ് ഒബ്ജക്റ്റീവ് എന്ന്? എന്താണ്, an objective is a lens placed close to the object to be observed. ഇതല്ല ഒബ്ജക്റ്റീവ്, അതായത് നിരീക്ഷിക്കേണ്ട വസ്തുവിനടുത്ത് വയ്ക്കുന്ന ലെൻസ് ആണ് ഒബ്ജക്റ്റീവ്. ഓക്കെ ആണല്ലോ? ഇനി ഐ പീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ പീസ് ഈസ് എ ലെൻസ് ത്രൂ വിച്ച് ദ ഇമേജ് ഫോംഡ് ബൈ ദ ഒബ്ജക്റ്റീവ് ലെൻസ് ഈസ് ഒബ്സർവ്ഡ്. ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഐ പീസ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ ഒബ്ജക്റ്റീവ്. എന്താണ്, ഒബ്ജക്റ്റീവ് ലെൻസ് രൂപപ്പെടുത്തുന്ന പ്രതിബിംബത്തെ ഏത് ലെൻസിലൂടെയാണോ നിരീക്ഷിക്കുന്നത് ആ ലെൻസാണ് ഐ പീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഐ പീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഐ പീസിന്റെ ഫോക്കസ് ദൂരം ഒബ്ജക്റ്റീവിനേക്കാൾ കൂടുതലായിരിക്കും. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെന്ത് കുറവായിരിക്കും, ഐ പീസിന്റെ ഫോക്കൽ ലെന്ത് കൂടുതലായിരിക്കും. അപ്പൊ ഒബ്ജക്റ്റീവ് ഉണ്ടാക്കുന്ന ആ ഇമേജിനെ നമ്മൾ ഏത് ലെൻസിലൂടെയാണോ നോക്കുന്നത് അതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, ഐ പീസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഞാനിവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് കാര്യങ്ങളൊക്കെ. ലെൻസ്, ഒബ്ജക്റ്റീവിന് ഏത് ലെൻസ് ആണ്, കോൺവെക്സ് ആണോ കോൺകേവ് ആണോ? രണ്ടിടത്തും നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്, കോൺവെക്സ് ലെൻസ് ആണ് കേട്ടോ. ഒബ്ജക്റ്റീവിനും ഐ പീസിനും ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. ഇനി when objective and eyepiece lens are compared, ഒബ്ജക്റ്റീവും ഐ പീസും നമ്മൾ കമ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഫോക്കൽ ലെങ്ത് എങ്ങനെയായിരിക്കും, ഒബ്ജക്റ്റീവിന് ഫോക്കൽ ലെങ്ത് കുറവായിരിക്കും ഇല്ല, കുറവെന്ന് പറയാം, അതായത് ലെസ് ആയിരിക്കും. ഒബ്ജക്റ്റീവിന് ഫോക്കൽ ലെങ്ത് കുറവാണ്, ഐ പീസിന് ഫോക്കൽ ലെങ്ത് എങ്ങനെയായിരിക്കും, കൂടുതലായിരിക്കും.
അതായത് മോർ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇമേജ്, ഒബ്ജക്റ്റീവിൽ ഉണ്ടാകുന്ന ഇമേജിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ കണ്ടായിരുന്നു ഇല്ലേ? എന്താണ്? ഇൻവേർട്ടഡ് ആണ് ഇല്ലേ? ഇൻവേർട്ടഡ് ആണ്, അതുകൊണ്ട് തന്നെ റിയൽ ഇമേജ് ആണ്. അതുപോലെ തന്നെ എന്താണ്? എൻലാർജ്ഡും ആണ് അല്ലെ? എൻലാർജ്ഡ്, വലുതുമായിരിക്കും. ക്ലിയർ ആയല്ലോ. ഇനി ഐ പീസിൽ ഉണ്ടാകുന്ന ഇമേജ് എങ്ങനെയായിരിക്കും? ഹൈലി എൻലാർജ്ഡ് ആയിരിക്കും അല്ലെ? ഹൈലി എൻലാർജ്ഡ് എന്ന് പറയാം, അല്ലെങ്കിൽ മാഗ്നിഫൈഡ് എന്ന് പറയാം കേട്ടോ. ഹൈലി എൻലാർജ്ഡ്, ഹൈലി എൻലാർജ്ഡ് ആണ്. പിന്നെ എന്താണ്? അത് നേരെയല്ലേ കിട്ടുന്നത്, ഇറക്റ്റ് ആണ് ഇല്ലേ? ഇറക്റ്റ് ആണ്. അതുപോലെ തന്നെ എന്താണ്? വെർച്വലും ആയിരിക്കും. ദീസ് ആർ ദ ഫീച്ചേഴ്സ് കേട്ടോ, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ്. തലകീഴായതാണ്, യഥാർത്ഥമാണ്, വലുതാണ്. പിന്നെ ഐ പീസിലാണെങ്കിൽ വളരെയധികം വലുതാണ് ഇല്ല? വളരെയധികം വലുതാണ്. അതുപോലെ തന്നെ എന്താണ്? നിവർന്നതായിരിക്കും, ദെൻ മിഥ്യയുമായിരിക്കും. ഓക്കെ ആണല്ലോ. ദെൻ ക്വസ്റ്റ്യൻസും കൊണ്ട് അതും കൂടെ നോക്കാമേ. Where should the object to be observed be kept with reference to the objective? നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, നിരീക്ഷിക്കേണ്ട വസ്തു ഒബ്ജക്റ്റീവിന്റെ എവിടെയാണ്, ഏത് സ്ഥാനത്താണ് വെക്കേണ്ടത്? ബിറ്റ്വീൻ FO ആൻഡ് 2FO. പണ്ട് പറഞ്ഞായിരുന്നല്ലോ, ബിറ്റ്വീൻ FO ആൻഡ് 2FO ഇടയിലാണ് വെക്കേണ്ടത്. വാട്ട് ഇസ് ദ പൊസിഷൻ ഓഫ് ദി ഇമേജ് ഫോംഡ് ബൈ ദ ഒബ്ജക്റ്റീവ്? ഒബ്ജക്റ്റീവ് രൂപപ്പെടുത്തുന്ന പ്രതിബിംബത്തിന്റെ സ്ഥാനം എവിടെയാണ്? ഇവിടെയാണ്. അതായത് ബിയോണ്ട് ഇല്ലേ? ബിയോണ്ട് 2F എന്ന് പറയാം, ബിയോണ്ട് 2FO, അതായത് 2FOയ്ക്ക് അപ്പുറം എന്ന് പറയാം അല്ലെ? 2FOയ്ക്ക് അപ്പുറം. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് ഇമേജ്? ഈ ഇമേജിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഇപ്പൊ എഴുതി ഇല്ലേ? എൻലാർജ്ഡ് ആണ്, പിന്നെന്താണ്? റിയൽ ആണ്, എൻലാർജ്ഡ് ആണ്, റിയൽ ആണ്. അതുപോലെ തന്നെ എന്താണ്? ഇൻവേർട്ടഡും ആണ് അല്ലെ? എൻലാർജ്ഡ്, വലുതാണ്, യഥാർത്ഥമാണ്, അതുപോലെ തന്നെ എന്താണ്? തലകീഴായതുമാണ്. മനസ്സിലായല്ലോ. ഇനി വാട്ട് വുഡ് ബി ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇമേജ് ഫോംഡ് ബൈ ദ ഐ പീസ്? ഐ പീസ് രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താണ്? ഇറക്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു, അതായത് നിവർന്നതാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെന്താണ്? ഹൈലി എൻലാർജ്ഡ് ആണ് അല്ലെ? ഹൈലി എൻലാർജ്ഡ്, ഹൈലി എൻലാർജ്ഡ് ആണ്, അല്ലെങ്കിൽ മാഗ്നിഫൈഡ് എന്ന് പറയാം. ഹൈലി എൻലാർജ്ഡ് അല്ലെങ്കിൽ മാഗ്നിഫൈഡ് എന്ന് പറയാം. ദെൻ അതുപോലെ തന്നെ എന്താണ്? വെർച്വലും ആണ് അല്ലെ? വെർച്വലും ആണ്. എന്താണ്? നിവർന്നതാണ്, വളരെ വലുതാണ്, അതുപോലെ തന്നെ എന്താണ്? മിഥ്യയുമാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. മനസ്സിലായല്ലോ? നിവർന്നത് കേട്ടോ, അതൊക്കെ എഴുതിക്കണം, നിങ്ങൾക്ക് അറിയാലോ. നിവർന്നതാണ്, വളരെ വലുതാണ് അല്ലെ? വളരെ വളരെ വലുതാണ്. പിന്നെന്താണ്? വെർച്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മിഥ്യയായിരിക്കും. ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ആദ്യമേ ഫസ്റ്റ് സെക്ഷനിൽ തന്നെ പറഞ്ഞു. മനസ്സിലായല്ലോ. അപ്പം ഞാൻ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു, എന്തുകൊണ്ടാണ് ഇതിന് ഫോക്കൽ ലെന്ത് കുറവാന്ന് പറഞ്ഞു, ഇതിന് ഫോക്കൽ ലെന്ത് കൂടുതലാന്ന് പറഞ്ഞു. അതിന്റെ റീസൺ എന്താണ്? നമുക്കറിയാം, ഫോക്കസ് ദൂരം കൂടുതൽ ഇതിന്, അതായത് ഒബ്ജക്റ്റീവിന് ഫോക്കൽ ലെന്ത് കൂടുതലാവുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഇമേജ് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും, വലിപ്പം കുറവായിരിക്കും. അതായത് വലിപ്പം കുറയുന്ന പറയുമ്പോൾ എന്താണ്? മാഗ്നിഫിക്കേഷൻ വളരെ കുറവായിരിക്കും കേട്ടോ. അങ്ങനെ കുറവായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കൃത്യമായിട്ടുള്ള ഒരു ഇമേജ് കിട്ടൂല. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യനും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നോക്കുക. Increasing the focal length of the objective lens will not be beneficial in the compound microscope. What is the reason? ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കസ് ദൂരം കൂട്ടുന്നത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഗുണകരമല്ല. എന്തായിരിക്കാം കാരണം? എന്താണ്? നോക്കിയേ, if the focal length of the objective lens is longer, the size of the image will be smaller. ഫോക്കൽ ലെന്ത് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇമേജിന്റെ സൈസ് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. അതായത് മാഗ്നിഫിക്കേഷൻ എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ഇമേജിന്റെ സൈസ് കുറയാന്ന് പറയുമ്പോൾ മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ ആവർത്തനം അവിടെ കുറവായിരിക്കും. So the objective lens should have a shorter focal length. A microscope is usually provided with a range of objective lenses to obtain suitable magnification while observing micro object. ക്ലിയർ ആയല്ലോ? അതായത് സൂക്ഷ്മ വസ്തുക്കളെ നിരീക്ഷിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. അപ്പം അതിന് കറക്റ്റ് ആയിട്ടുള്ള മാഗ്നിഫിക്കേഷൻ ഉള്ള എന്താണ് ലെൻസുകളാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്? മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നത്. ഒബ്ജക്റ്റീവ് ലെൻസിന് ഫോക്കസ് ദൂരം കൂടുതലാണെങ്കിൽ പ്രതിബിംബത്തിന്റെ വലിപ്പം കുറവായിരിക്കും. അതായത് അവിടെ ആവർത്തനം എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. അതിനാൽ ഒബ്ജക്റ്റീവ് ലെൻസിന് ഫോക്കസ് ദൂരം എങ്ങനെയാണ്? കുറവായിരിക്കും. സൂക്ഷ്മ വസ്തുക്കളെ നിരീക്ഷിക്കുമ്പോൾ അനുയോജ്യമായ ആവർത്തനം ലഭിക്കുന്നതിന് ഉതകുന്ന തരത്തിലുള്ള ഒബ്ജക്റ്റീവ് ലെൻസുകൾ മൈക്രോസ്കോപ്പിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പം ആ ചെറിയ വസ്തുക്കളെ നമുക്ക് കാണണം, അതിന് ആവശ്യമായിട്ടുള്ള ഫോക്കൽ ലെന്തുള്ള എന്താണ് ലെൻസ് ആയിരിക്കും നമ്മൾ ഒബ്ജക്റ്റീവിൽ വെക്കുന്നത്. ക്ലിയർ ആയാലോ? അപ്പൊ ഇതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. നമ്മൾ പറഞ്ഞ പോയിന്റുകൾ, പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതൊക്കെയാണ് കേട്ടോ. എവിടെയാണ് വെക്കുന്നത്, ഒബ്ജക്റ്റീവിന്റെ ഇമേജ് എവിടെയാണ് ഉണ്ടാകുന്നത്, പിന്നെ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, പിന്നെ ഐ പീസിലൂടെ നമ്മൾ കാണുന്ന ആ ഇമേജിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ
മനസ്സിലാക്കുക. ഫോക്കൽ ലെങ്ത് ഒബ്ജക്റ്റീവിന് കുറവായിരിക്കും, IPSന് കൂടുതലായിരിക്കും. പിന്നെ രണ്ടിടത്തും നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? കോൺവെക്സ് ലെൻസുമാണ്. അടുത്തൊരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്, അതായത് ലെൻസ് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോ മൈക്രോസ്കോപ്പിനെ കുറിച്ച് കണ്ടു. ടെലിസ്കോപ്പ് എന്താണ്? ടെലിസ്കോപ്പ് എന്തിനു വേണ്ടിയാ ഉപയോഗിക്കുന്നത്? ദൂരെയുള്ള വസ്തുക്കളെ അല്ലെ, ദൂരെയുള്ള വസ്തുക്കളെ അടുത്ത് കാണാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ടെലിസ്കോപ്പ് ഉപയോഗിക്കുന്നത്. ഇന്ന് വളരെ സൂക്ഷ്മ വസ്തുക്കളെ നമ്മൾ വലുതായി കാണാൻ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നു. ദൂരെയുള്ള വസ്തുക്കളെ അടുത്ത് കാണാൻ വേണ്ടി നമ്മൾ എന്താണ്? ടെലിസ്കോപ്പ് ഉപയോഗിക്കുന്നു. അല്ലെ, ദൂരെയുള്ള വസ്തുക്കളെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ, അടുത്ത് കാണാൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയാണ് നമ്മൾ ടെലിസ്കോപ്പ് ഉപയോഗിക്കുന്നത്. ടെലിസ്കോപ്പ് പലതരത്തിലുള്ള ടെലിസ്കോപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. ലൈറ്റ് ടെലിസ്കോപ്പ് ഉണ്ട്, അതായത് റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ്. നമ്മളിപ്പോ പഠിക്കുന്നത് ലൈറ്റ് ടെലിസ്കോപ്പിനെ കുറിച്ചാണ്. റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പ് ഉണ്ട്, ബേർസ്, എക്സ്റേ, ഗാമാറേ എന്നൊക്കെ കേട്ടില്ലേ, ഇൻഫ്രാറേ. അപ്പൊ അതൊക്കെ ഉപയോഗിക്കുന്ന ടെലിസ്കോപ്പുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സ്പേസ് ടെലിസ്കോപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പലതരത്തിലുള്ള ടെലിസ്കോപ്പ് ഉണ്ട്. നമുക്കിവിടെ പഠിക്കാനുള്ളത് റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ് ആണ് കേട്ടോ. റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ് അല്ലെങ്കിൽ അപവർത്തന ടെലിസ്കോപ്പ്. അപ്പൊ ഓർക്കുക, ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് നമുക്ക് അടുത്ത് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ടെലിസ്കോപ്പ്, അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ എന്താണ്? ദൂരദർശിനി എന്നൊക്കെ പറയും കേട്ടോ. ടെലിസ്കോപ്പ് അല്ലെങ്കിൽ ദൂരദർശിനി. പലതരത്തിലുള്ള ടെലിസ്കോപ്പുകളൊക്കെ ഉണ്ട്. ടെലിസ്കോപ്പിന്റെ ഒക്കെ എന്താണ് ഇൻവെൻഷൻ ഒരുപാട് നമുക്ക് പ്രയോജനങ്ങൾ നൽകിയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് ഈ റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ് പ്രവർത്തിക്കുന്നത് നമുക്ക് നോക്കാം. ഇതാ ഇവിടെ നോക്കിയേ, പിക്ചർ കണ്ടോ? ഇതിനും എന്താണ്? 2 ലെൻസ് ഉണ്ട് അല്ലേ? ഇവിടെ ഒരു ലെൻസ് ഉണ്ട്, അതാ ഇവിടെ ഒരു ലെൻസ് ഉണ്ട് അല്ലേ? അപ്പൊ ഇവിടെ എന്താണ്? 2 ലെൻസ് ആണുള്ളത് അല്ലെ? രണ്ടും ഏത് ലെൻസ് ആണ്? കോൺവെക്സ് ലെൻസ് ആണ് അല്ലെ? 2 ലെൻസും കോൺവെക്സ് ലെൻസ് ആണ്. പിന്നെ എന്താണ്? ഇത് ഒബ്ജക്റ്റീവ് ആണ് കേട്ടോ. ഇത് ഒബ്ജക്റ്റീവ് ആണ്. ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഐപീസും ആണ് കേട്ടോ. ഒബ്ജക്റ്റീവും ഐപീസും രണ്ടും ഏതാണ്? കോൺവെക്സ് ലെൻസും ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതാ ദൂരെയുള്ള ഒരു വസ്തു, എവിടെയോ ദൂരെയുള്ള ഒരു വസ്തുവിൽ നിന്നും ലൈറ്റ് റേസ് ഒബ്ജക്റ്റീവിലേക്ക് വന്ന് വീഴുവാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഒബ്ജക്റ്റീവിലേക്ക് വന്ന് വീണു. ഒബ്ജക്റ്റീവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന് ഫോക്കൽ ലെങ്ത് കൂടുതലായിരിക്കും. ഒബ്ജക്റ്റീവിന് ഫോക്കൽ ലെങ്ത് കൂടുതലായിരിക്കും ഐപീസിനെക്കാളും. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ്? ലൈറ്റ് റേസ് വന്ന് വീണു. ലൈറ്റ് റേസ് വന്ന് വീണിട്ട് ജോയിൻ ചെയ്തിട്ട് എന്താണ്? ഇമേജ് ദാ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? എന്താണ്? ഇവിടെയായിട്ടാണ് ഇമേജ് ഉണ്ടാകുന്നത്. അപ്പം ഈ ടെലിസ്കോപ്പിന്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവും ഐപീസും തന്നെയാണ്. ലൈറ്റ് റേസ് വന്ന് വീണിട്ട് ആ ഇമേജ് ഇവിടെ ഉണ്ടായി. ദെൻ ആ ഇമേജിനെ തന്നെ മറ്റൊരു ലെൻസ്, അതായത് ഐപീസ്, വേറൊരു കോൺവെക്സ് ലെൻസ് ആണ്. അതിന് ഫോക്കൽ ലെന്ത് ഈ എന്താണ്? ഒബ്ജക്റ്റീവിനേക്കാളും കുറവായിരിക്കും. ക്ലിയർ ആയല്ലോ? തന്നെ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നോക്കിയ ലൈറ്റ് വന്ന് വീഴുന്നുണ്ട്, ഇതിലേക്ക് വന്ന് വീഴുന്നുണ്ട്. അത് വന്ന് വീണിട്ട് ആണ് നമ്മൾ പുറകോട്ട് നീട്ടി വരയ്ക്കുക. അപ്പൊ ജോയിൻ ചെയ്യുന്നിടത്തായിരിക്കും നമുക്ക് ഇമേജ് ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ ഇമേജിന്റെ പ്രത്യേകതകൾ ഒന്ന് നോക്കാം. ഇവിടെ എന്താണ്? ഒബ്ജക്റ്റീവിൽ നിന്നുണ്ടായിരിക്കുന്ന ഇമേജ് എങ്ങനെയാണ്? ഇതാ നോക്കുക, എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഡിമിനിഷ്ഡ് ആണ് അല്ലെ? സൈസ് കുറവാണ്, അതായത് ഡിമിനിഷ്ഡ് ഇമേജ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻവേർട്ടഡ് ആണ് അല്ലെ? ഇൻവേർട്ടഡ് ആണ്. അതുപോലെ തന്നെ റിയൽ ഇമേജും ആണ് നമുക്കിവിടെ ഒബ്ജക്റ്റീവിൽ നിന്നുണ്ടായിരിക്കുന്ന ഇമേജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ദെൻ അടുത്ത എന്താണ്? ഫൈനൽ ഇമേജ്, അതായത് ഐപീസിലൂടെ നമ്മൾ നോക്കുന്ന ഇമേജ്. അതിന്റെ പ്രത്യേകത എന്താണ്? അതെന്ന് പറഞ്ഞാൽ വെർച്വൽ ഇമേജ് ആണ് ഇല്ല? വെർച്വൽ ഇമേജ് ആണ്. നമുക്ക് ഈ കിട്ടുന്ന ഇമേജിനെ ജസ്റ്റ് മാഗ്നിഫൈ ചെയ്യുവാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ലെൻസ്, ഐപീസ് ലെൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇവിടെ കിട്ടിയ ഒബ്ജക്റ്റീവ് എന്ന് കിട്ടിയിരിക്കുന്ന ഇതിനെ നമ്മൾ മാഗ്നിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതെന്താണ്? അത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത്. അപ്പൊ സ്ക്രീനിലൊന്നും കിട്ടുന്നില്ലാത്തതുകൊണ്ട് തന്നെ വെർച്വൽ ഇമേജ് ആണ്. അതുപോലെ അതിന്റെ സൈസ് എങ്ങനെയാണ്? മാഗ്നിഫൈഡ് ആണ് അല്ലെ? സൈസ് മാഗ്നിഫൈഡ് ആണ്. പിന്നെ അത് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. നമുക്കറിയാം വെർച്വൽ ആകുമ്പം എന്താണ്? ഇറക്റ്റ് ഇമേജ് എന്നൊരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ കിട്ടിയിരിക്കുന്ന ഒബ്ജക്റ്റീവിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം എന്താണ്? ഒരു ഇൻവേർട്ടഡ് ഇമേജ് ആണ്. അതിനെ മാഗ്നിഫൈ ചെയ്തിട്ടാണ് നമുക്കിവിടെ ഈ ഐപീസിലൂടെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് തന്നെയായിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. ഇനി നമ്മൾ ഈ ഐപീസിലേക്ക് വേറെ എന്താണ്? പ്രിസമോ അല്ലെങ്കിൽ ലെൻസൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വേറെ എക്സ്ട്രാ ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്താണ്? ഇറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ, അപ്രൈറ്റ് ആയിട്ടുള്ള രീതിയിൽ ഇമേജ് കിട്ടും. ടെലിസ്കോപ്പ് ശരിക്കും ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ വേണ്ടിയാണ് അല്ലെ? വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയാണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ഇറക്റ്റ് ആവണം നിർബന്ധമൊന്നുമില്ല. ഒബ്ജക്റ്റിനെ നമുക്ക് ഇങ്ങനെ ഒന്ന് കാണുക എന്നുള്ളൊരു ഉദ്ദേശമാണുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന ഫൈനൽ ഇമേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയായിരിക്കും. അതിന്റെ മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് തന്നെയായിരിക്കും കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ?
അപ്പൊ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടേബിൾ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ രണ്ടിലും ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ് രണ്ടിലും ഉപയോഗിക്കുന്നത്. ദെൻ ഒബ്ജക്റ്റീവ് എങ്ങനെയാണ്? ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഫോക്കൽ ലെന്ത് എങ്ങനെയായിരിക്കും? ഇവിടുത്തെ ഫോക്കൽ ലെന്ത് കൂടുതലാണ്, അതായത് മോർ ആണ് അല്ലെ, മോർ ആണ്, അതായത് കൂടുതലാണ്. ഐപീസിന്റെ കേസിലോ ഫോക്കൽ ലെന്ത് എങ്ങനെയാണ്? ലെസ് ആണ്, കുറവാണ്. ഇനി അപ്പേച്ചർ, അപ്പേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെൻസിലൂടെ ലൈറ്റ് കടന്നു പോകുന്ന ഭാഗത്തിന്റെ പരപ്പളവിനല്ലേ അപ്പേച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒബ്ജക്റ്റീവിന്റെ കേസിൽ അപ്പേച്ചർ എങ്ങനെയാണ്? കൂടുതലാണ് അല്ലേ, കൂടുതലാണ്. ഇവിടെ ഐപീസിന്റെ കേസിൽ അപ്പേച്ചർ എങ്ങനെയാണ്? കുറവാണ്. ക്ലിയർ ആയല്ലോ? ഇനി അതുപോലെ തന്നെ ഫോക്കൽ ലെന്ത് ഓർത്തോണം കേട്ടോ. ഒബ്ജക്റ്റീവിന് എങ്ങനെയാണ്? ഫോക്കൽ ലെന്ത് കൂടുതലാണ്, അപ്പൊ ഐപീസിന് ഫോക്കൽ ലെന്ത് കുറവാണ് കേട്ടോ, അത് ഓർത്തോളുക. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇമേജ് ഫോംഡ് അല്ലെ, കാരണം ഒബ്ജക്റ്റീവിന്റെ കേസിൽ വരുമ്പോൾ എങ്ങനത്തെ ഇമേജ് ആണ് കിട്ടുന്നത്? ഡിമിനിഷ്ഡ് ഇമേജ് ആണ് അല്ലെ, ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജ് ആണ്, ഡിമിനിഷ്ഡ് ഇമേജ് ആണ്. പിന്നെ എന്താണ്? ഇൻവേർട്ടഡും ആണ് അല്ലെ, ഡിമിനിഷ്ഡ് ഇമേജ് ആണ്, ഇൻവേർട്ടഡും ആണ്. എല്ലാം റിയൽ ഇമേജ് തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ ഐപീസിന്റെ കേസിൽ വരുന്നത് എങ്ങനെയാണ്? മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് അല്ലെ, മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ എന്താണ്? വെർച്വൽ ഇമേജും ആണ് അല്ലെ, വെർച്വൽ ഇമേജും ആണ് നമുക്ക് അവിടെ മാഗ്നിഫൈ ചെയ്ത് വരുവാണെങ്കിൽ വെർച്വൽ ഇമേജ്. നമ്മൾ ഈ കണ്ണിന്റെ ഫോക്കസ് ഉണ്ടല്ലോ, അവിടെ നിന്നാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ വെർച്വൽ ഇമേജ് ആണ് കിട്ടുന്നത്. ദെൻ ഇതിന്റെ മാഗ്നിഫൈ ചെയ്ത് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അത് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് തന്നെ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ഒരു റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പിന്റെ ഇമേജുകൾ ഉണ്ടാകുന്നുണ്ട്, ഫൈനൽ ഇമേജ് ഉണ്ടാകുന്നുണ്ട്, അതുപോലെ ഒബ്ജക്റ്റീവിലും ഇമേജ് ഉണ്ടാകുന്നുണ്ട്, അതിന്റെ പ്രത്യേകതകൾ. ഓക്കെ ആണല്ലോ, പഠിക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു പോയിന്റുകളൊക്കെ നിങ്ങൾ പോയിന്റ് ആക്കി നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. രണ്ടുമായിട്ട് കമ്പയർ ചെയ്തിട്ട് പോയിന്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. ഉണ്ടല്ലോ, എന്താണ്? വേർ ഈസ് ദ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്? എവിടെയാണ് ഒബ്ജക്റ്റിന്റെ പൊസിഷൻ? എവിടെയാണ്? ഫാർ അവേ അല്ലെ, വളരെ അകലെയാണ് വസ്തുവിന്റെ പൊസിഷൻ. ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവിന്റെ ഫോക്കസ് ദൂരം എങ്ങനെയാണ്? കൂടുതൽ അല്ലെ, കൂടുതലാണ്. ഇനി വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ് ഫോംഡ് ബൈ ദ ഒബ്ജക്റ്റീവ്? ഒബ്ജക്റ്റീവ് രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞു, എന്താണ്? ചെറുതാണെന്ന് പറഞ്ഞല്ലോ, ചെറുതാണ്, സ്മോൾ ആൻഡ് റിയൽ ആണ്. ഒബ്ജക്റ്റീവ് ഉണ്ടാക്കുന്നത് ചെറുതും യാഥാർത്ഥ്യവുമാണ്. വിച്ച് ഓഫ് ദി ലെൻസസ് യൂസ് ദിസ് ഇമേജ് ആസ് ഇറ്റ്സ് ഒബ്ജക്റ്റ്? ഈ പ്രതിബിംബം ഏത് ലെൻസിന്റെ വസ്തുവായാണ് വർത്തിക്കുന്നത്? ഏതിനെയാണ് ഈ പ്രതിബിംബം? ഐപീസിന്റെ അല്ലെ, ഐപീസിന്റെ വസ്തുവായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ വർത്തിക്കുന്നത്. ത്രൂ വിച്ച് ലെൻസ് ഈസ് ദ ഇമേജ് വ്യൂ? ഏത് ലെൻസിലൂടെയാണ് നമ്മൾ പ്രതിബിംബത്തെ നിരീക്ഷിക്കുന്നത്? ഏത് ലെൻസിലൂടെയാണ്? ഐപീസിലൂടെയാണ്, ഐപീസിലൂടെയാണ് നമ്മൾ പ്രതിബിംബത്തെ നിരീക്ഷിക്കുന്നത്. ദി ഇമേജ് വി സീ ത്രൂ ദ ഐപീസ്, ഐപീസിലൂടെ നമ്മൾ കാണുന്ന ഇമേജ് ഉണ്ടല്ലോ, അതെങ്ങനത്തെ ഇമേജ് ആയിരിക്കും? മിഥ്യയായിരിക്കും, അതായത് വെർച്വൽ ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും നമ്മൾ ഐപീസിലൂടെ കാണുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഈ പോയിന്റുകളെല്ലാം കൂടെ ജോയിൻ ചെയ്ത് നിങ്ങൾ നോട്ടാക്കി വെക്കുക. എങ്കിലുള്ള നിങ്ങൾക്ക് ഈ എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു നോട്ട്, ഈ റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പിന്റെ നോട്ട് എന്ന് പറയുമ്പോൾ ഈ പോയിന്റുകളെല്ലാമാണ്. ഫോക്കൽ ലെന്ത് കൂടുതലാണ്, ഒബ്ജക്റ്റീവ് ഉണ്ടാക്കുന്ന പ്രതിബിംബം എങ്ങനെയാണ്? റിയൽ, സ്മോൾ ആൻഡ് റിയൽ ആണ്. ഐപീസ് ഉണ്ടാക്കുന്നത് എങ്ങനെയായിരിക്കും? വെർച്വൽ ആണ്, മാഗ്നിഫൈഡ് ആണെന്ന് പറഞ്ഞു. ഐപീസിലൂടെയാണ് നമ്മൾ ഇമേജിനെ നമ്മൾ വ്യൂ ചെയ്യുന്നത്. ഉള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. അപ്പം ടെലിസ്കോപ്പിൽ അകലെയുള്ള വസ്തുവിന്റെ അല്ലെ, ടെലിസ്കോപ്പിൽ അകലെയുള്ള വസ്തുവിന്റെ ചെറുതും യഥാർത്ഥവും തലകീഴായിട്ടുള്ള പ്രതിബിംബമാണ് നമുക്ക് കിട്ടുന്നത്. അതിനെ പിന്നെ നമ്മൾ എന്താണ്? ലെൻസ് ഐപീസിലൂടെ നോക്കുമ്പോൾ വലുത്, അതായത് മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇറക്റ്റ് ആയിട്ടുള്ള വെർച്വൽ ഇമേജ് ആണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ടെലിസ്കോപ്പ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഇതിന്റെ ഫോക്കൽ ലെന്ത് അല്ലെ, ഇതിന് ഫോക്കൽ ലെന്ത് കൂടുതലാണ്, ഇതിന് ഫോക്കൽ ലെന്ത് കുറവാണെന്ന് പറഞ്ഞു. അപ്പൊ ആ ഫോക്കൽ ലെന്ത് ഒക്കെ പരിഗണിച്ചിട്ടാണ് എന്താണ് ആ ടെലിസ്കോപ്പ് ഉണ്ടാക്കുന്നത്. അത് വളരെ നീളത്തിലുള്ള ഒരു കുഴൽ പോലെ ഇരിക്കുന്നതല്ലേ, അപ്പൊ അതൊക്കെ പരിഗണിച്ചിട്ട് വേണം നമ്മൾ ടെലിസ്കോപ്പ് ഒക്കെ നിർമ്മിക്കാൻ. ക്ലിയർ ആയല്ലോ? അപ്പം അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ടെലിസ്കോപ്പ് ഒക്കെ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നുള്ളത് കേട്ടോ. അപ്പൊ ബാക്കി ടെക്സ്റ്റ് ബുക്കിൽ നോട്ട് കൊടുത്തിട്ടുണ്ടോ നോക്കാം. പിന്നെ ടെലിസ്കോപ്പ് ദ ഒബ്ജക്റ്റീവ് ഫോംസ് എ സ്മോൾ റിയൽ ആൻഡ് ഇൻവേർട്ടർ ഇമേജ് ഓഫ് ദ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ്. ഇറ്റ് ഈസ് ഇമേജ് ഫോംഡ് ബൈ ദ ഒബ്ജക്റ്റീവ് ദാറ്റ് വി ഒബ്സർവ്ഡ് ത്രൂ ദ ഐപീസ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെന്റൻസ് ആയിട്ട് എഴുതിയിരിക്കുകയാണ് കേട്ടോ. സിൻസ് ദ പൊസിഷൻ ഓഫ് ദിസ് ഇമേജ് ഈസ് ബിറ്റ്വീൻ ദ ഫോക്കസ് ഓഫ് ദ ഐപീസ് ആൻഡ് ദ ഒപ്റ്റിക് സെന്റർ അല്ലെ, ഇതുണ്ടായിരിക്കുന്നത് ഒപ്റ്റിക് സെന്ററിനും ഫോക്കസിനും ഇടയിലാണ്. വി ക്യാൻ സീ ദ വെർച്വൽ ഇമേജ് ഫോംഡ് ബൈ ദ ഐപീസ്. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് വൈൽ മേക്കിംഗ് എ ടെലിസ്കോപ്പ് ദ ലെങ്ത് ഓഫ് ദി telescope should be taken by considering the focal length of the objective lens and the focal length of the eyepiece. നമ്മൾ ടെലിസ്കോപ്പ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഫോക്കൽ ലെന്ത് ഒക്കെ പരിഗണിച്ചിട്ട് വേണം, രണ്ടിന്റെ ഫോക്കൽ ലെന്ത് ഒക്കെ പരിഗണിച്ചിട്ടാണ് നമ്മൾ
എന്താണ് ടെലിസ്കോപ്പ് ഉണ്ടാക്കേണ്ടതുണ്ട് കേട്ടോ. ടെലിസ്കോപ്പ് ഉണ്ടാക്കേണ്ടതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, എന്തൊക്കെ വസ്തുക്കളാണ് ടെലിസ്കോപ്പിന് ആവശ്യമുള്ളത്. അല്ലേ, PVC പൈപ്പ് വേണം. അതുപോലെ തന്നെ ഫിക്സ് ചെയ്യാൻ ഒരു സ്റ്റാൻഡ് വേണം. ടെലിസ്കോപ്പ് എപ്പോഴും ഫിക്സ് ചെയ്ത ഒരു സ്റ്റാൻഡിൽ വേണം ഫിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ഒന്നും കിട്ടൂല. ഇങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ ദൂരെയുള്ള വസ്തുക്കളല്ല, അപ്പൊ ചെറിയൊരു അനക്കം പോലും ആ ഇമേജിൽ നമുക്ക് കിട്ടാതെ വരും. അപ്പോൾ ഒരു കൃത്യമായിട്ടൊരു സ്റ്റാൻഡിൽ വേണം വെക്കാൻ വേണ്ടി. നമുക്ക് ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പ്ലാസ്റ്റിക് ബോട്ടിൽ അങ്ങനെയൊക്കെ വെച്ച് ഉണ്ടാക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മളെപ്പോഴും ലെൻസ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, എന്താണ് അപ്പേച്ചർ കൂടുതലായിരിക്കും ഇതിന്റെ ഒബ്ജക്റ്റീവിന്റെ, അല്ലേ, ഒബ്ജക്റ്റീവിന്റെ അപ്പേച്ചർ കൂടുതലായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോക്കൽ ലെങ്തും കൂടുതലായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈ ക്വാളിറ്റി ലെൻസ് ഒക്കെ ഉപയോഗിക്കാനാണ്. മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതൊക്കെ കൃത്യമായിട്ടൊന്ന് നോക്കുക കേട്ടോ. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ഒരിക്കലും നമ്മൾ സൂര്യനെ നോക്കാൻ പാടില്ല. പ്രോപ്പർ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് മാത്രമേ നമ്മൾ സണ്ണിനെ നോക്കാൻ പാടുള്ളൂ. സണ്ണിൽ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് നോക്കല്, ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് മാത്രം, അത് അത്രയും സേഫ്റ്റി ആയിട്ടുള്ള ഉപകരണങ്ങളൊക്കെ മാത്രമേ നമ്മൾ സണ്ണിനെ നോക്കാൻ പാടുള്ളൂ. അപ്പൊ ടെലിസ്കോപ്പ് ഉപയോഗിച്ചിട്ട് സണ്ണിനെ ഒരിക്കലും നോക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് കാരണം എന്താണ്? ടെലിസ്കോപ്പ് ഗാദേഴ്സ് ആൻഡ് ഫോക്കസസ് സൺലൈറ്റ് ഇൻടു എ സ്മോൾ കോൺസെൻട്രേറ്റഡ് പോയിന്റ്. നമ്മൾ കണ്ടു, ടെലിസ്കോപ്പിന്റെ പ്രവർത്തനമൊക്കെ കണ്ടതല്ലേ. അപ്പൊ നമുക്കറിയാം എന്താണ്, അതൊരു പർട്ടിക്കുലർ പോയിന്റിലേക്കാണ് അത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്താണ്, നല്ല ഹീറ്റ് ആയിട്ടുള്ള റേസ് ആണ് അവിടെ നിന്ന് വരുന്നത്. അപ്പൊ എന്താണ്, നല്ല അതുപോലെ ഹീറ്റ് ആയിട്ടുള്ള റേസ് വരുമ്പോൾ, അതായത് നോർമൽ സൺലൈറ്റിനേക്കാളും വളരെയധികം എന്താണ് ബ്രൈറ്ററും ഹീറ്ററും ആയിട്ടുള്ള എന്താണ് ലൈറ്റ് ആണ് വരുന്നത്. അപ്പൊ എന്താണ്, അത് വന്നു കഴിയുമ്പോൾ നമ്മുടെ റെറ്റിനയിലേക്ക് വന്ന് വീണ് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നമുക്ക് ബ്ലൈൻഡ്നെസ് സംഭവിക്കും. നമ്മുടെ കണ്ണിന്റെ കാഴ്ച തന്നെ പോകാൻ ചാൻസ് ഉണ്ട്. നമുക്കിത് കണ്ണിലേക്ക് വന്ന് അടിച്ചു കഴിയുമ്പോൾ നമുക്കൊരു വേദന ഒന്നും ഉണ്ടായില്ല, പിന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടമായി എന്നൊക്കെ ഉള്ളത്. അപ്പം അത് വളരെയധികം സൂക്ഷിക്കണം. ഒരിക്കലും ടെലിസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താണ് സൂര്യനെ നോക്കാൻ പാടില്ല. എന്റെ റീസൺ ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എ ടെലിസ്കോപ്പ് ഗ്യാദേഴ്സ് ആൻഡ് ഫോക്കസസ് സൺലൈറ്റ് ഇൻടു എ സ്മോൾ കോൺസെൻട്രേറ്റഡ് പോയിന്റ്. The focused beam is hundreds of times brighter and hotter than normal sunlight. The intense light can burn the retina instantly, causing permanent blindness. Damage is painless at first, so people may not realize until it is too late. കേട്ടോ, ടെലിസ്കോപ്പ് ഉപയോഗിച്ച് സൂര്യനെ നോക്കുമ്പോൾ ടെലിസ്കോപ്പ് സൂര്യരശ്മികളെ കണ്ണിന്റെ റെറ്റിനയിൽ കേന്ദ്രീകരിപ്പിക്കുന്നതിനാൽ കണ്ണിന് ക്ഷതം സംഭവിക്കും. അതിനാൽ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് സൂര്യനെ നോക്കരുത്. അപ്പൊ അത് വളരെ വൈകിയുള്ള നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ പെയിൻലെസ് ആണ്, വന്ന് വീഴുമ്പോൾ വേദനയൊന്നും ഉണ്ടാകില്ല. പക്ഷെ അത് അറിയുമ്പോഴത്തേന് ഒരുപാട് വൈകി പോകും. അതുകൊണ്ട് ഒരിക്കലും ടെലിസ്കോപ്പ് ഉപയോഗിച്ചിട്ട് എന്താണ് സൂര്യനെ നോക്കാൻ പാടില്ല. കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എന്താണ് ഇൻസ്ട്രുമെന്റ്സ്, ലെൻസ് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇപ്പൊ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും കണ്ടു, അതുപോലെ തന്നെ എന്താണ് റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ്, അതായത് മൈക്രോസ്കോപ്പും ടെലിസ്കോപ്പും ആണ്. അതിൽ ഓരോരോ വേർഷൻ ആണ് കണ്ടു കേട്ടോ. സിമ്പിൾ മൈക്രോസ്കോപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ളത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആണ്. അതിന്റെ പ്രത്യേകതകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു കേട്ടോ. ആ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഈ ഒരു ചിത്രത്തിൽ നമുക്ക് എല്ലാ പോയിന്റുകളും കിട്ടും. ആ പോയിന്റുകൾ നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക. രണ്ടിലും കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്, അത് കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ടെലിസ്കോപ്പ്, റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പിനെ കുറിച്ചാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അതിന്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. പിന്നെ പ്രത്യേകം ഓർത്തോണം, സൂര്യനെ ഒരിക്കലും ടെലിസ്കോപ്പ് ഉപയോഗിച്ച് നോക്കാൻ പാടില്ല. എന്തുകൊണ്ടാണെന്നൊക്കെ മനസ്സിലാക്കിയിരിക്കുക, പഠിക്കുക. അപ്പൊ ക്ലിയർ ആയാലോ മൈക്രോസ്കോപ്പും ടെലിസ്കോപ്പും എന്താണെന്നുള്ളത്? ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കാരണം ഹയർ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ, അതായത് +2 വരുമ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ബയോളജിയിലും പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ എന്താണ് മൈക്രോസ്കോപ്പിനെ കുറിച്ചൊക്കെ ബയോളജിയിൽ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഫിസിക്സിലൊക്കെ ആണെങ്കിലും ടെലിസ്കോപ്പും മൈക്രോസ്കോപ്പിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ അതിന്റെ ഒരു ബേസ് ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ ഒന്നും ഇല്ലായിരുന്നു, മുൻ വർഷങ്ങളിലൊന്നും ഇല്ലായിരുന്നു നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാൻ. +2 നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ബേസിക് കോഴ്സ് എന്ന രീതിയിലാണ് ഇത് ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. എപ്പോഴും ഓർക്കുക, ഞാൻ നിങ്ങൾക്ക് എപ്പോഴും ക്ലാസ്സുകൾ തരുന്നത് ഒരു ഹയർ ക്ലാസ്സിലേക്കുള്ള ഒരു ബേസും കൂടെ ഇൻക്ലൂഡ് ആക്കിക്കൊണ്ടാണ് ക്ലാസ്സുകൾ തരുന്നത്. അപ്പൊ ആ തരുന്ന നോളജ് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. വെറുതെ കണ്ടുപോകാതെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഹയർ ക്ലാസ്സുകളിലേക്കുള്ള ഒരു ബേസും കൂടിയാണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ ഒരു ക്ലാസ്സുകളിലൂടെ ഒക്കെ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ലൈക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ക്ലാസ്സുകളൊക്കെ ഓരോന്ന് ചെയ്യുമ്പോൾ അതിൻ്റെതായ പ്രയോജനം കിട്ടണമെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് നിങ്ങൾ ലൈക്ക് തരണം. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിലൊക്കെ ജോയിൻ ചെയ്യുക. നോട്ട്സുകളൊക്കെ കിട്ടുന്നതനുസരിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഓൾമോസ്റ്റ് എല്ലാത്തിനും ഞാൻ മറുപടി കൊടുക്കാറുണ്ട്, ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. കിട്ടുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അതിലേക്കൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, നോട്ടുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അതിലൊക്കെ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്, സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമുക്ക് ഇതിന്റെ ഒരു ലെറ്റർ സക്സസ് ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എല്ലാവരും നല്ലോണം പഠിക്കുക, പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പഠിക്കുക കേട്ടോ. താങ്ക്